എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനീഷ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഞാൻ തന്നെ ഒരു 8 മാസത്തോളമായിട്ട് ഉപയോഗിക്കുന്ന ടി വി എസിൻ്റെ സ്പോട്ട് എന്ന ബൈക്കാണ്. കമ്പനി തന്നെ 95 കിലോമീറ്ററാണ് ഇതിൻ്റെ മൈലേജ് അവകാശപ്പെടുന്നത്. ഏകദേശം 95 കിട്ടുന്നില്ലെങ്കിലും ഏകദേശം ഒരു 75-80 അടുത്ത മൈലേജ് ഈ ബൈക്കിന് കിട്ടുന്നുണ്ട്. ഡെലിവറി ബോയ്സിനും മറ്റുമൊക്കെ വളരെ ഉപകാരപ്രദമായൊരു മൈലേജ് ഫിഗറാണിത്. ഡെയിലി യൂസിന് പറ്റിയൊരു നല്ല വണ്ടി തന്നെയാണിത്. കാര്യം ഇതിൻ്റെ കുഷനിങ്ങും സസ്പെൻഷനും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് നല്ലൊരു യാത്രാസുഖം നൽകുന്നൊരു ബൈക്കാണ്. ഇതിൽ 109.7 cc എഞ്ചിനാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. 8.5 bhp ആണ് ഇതിൻ്റെ കരുത്ത്. കാഴ്ചയിൽ വളരെ ഭംഗിയുള്ളൊരു ബൈക്കാണിത്. ഹാൻഡിൽ ബാർ വളരെ ഷോർട്ടാണ്. നമുക്ക് വളരെ സൗകര്യപ്രദമായിട്ട് ആയാസരഹിതമായിരുന്നു റൈഡ് ചെയ്യാവുന്നൊരു പൊസിഷനാണ് ഇതിനുള്ളത്. ഈ ബൈക്കിന് കാര്യമായ സ്റ്റിക്കർ വർക്കുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ടി വി എസിൻ്റെ ഒരു എംബ്ലവും ബാഡ്ജിങ്ങും അതുപോലെ തന്നെ ടി വി എസ് സ്പോട്ട് എന്നുള്ളൊരു ബാഡ്ജിങ്, അങ്ങനെ 2 ബാഡ്ജിങ് മാത്രമേ ഇതിനുള്ളൂ. മറ്റനാവശ്യമായ സ്റ്റിക്കറുകളോ വർക്കുകളോ ഒന്നും തന്നെ ഈ വണ്ടിക്കില്ല. ബ്ലാക്ക്, റെഡ്, ബ്ലൂ എന്നിങ്ങനെ 3 നിറങ്ങളിൽ ഈ വണ്ടി ലഭ്യമാണ്. ഞാനെടുത്തത് ബ്ലൂ കളറാണ്. ഈ ബൈക്കിന് LED ലൈറ്റുകളൊന്നും തന്നെയില്ല. ഹാലജൻ്റെ ബൾബുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇൻഡിക്കേറ്ററുകൾക്കും ഹാലജൻ ബൾബ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. രാത്രിയിൽ മികച്ച ഒരു കാഴ്ച ഉറപ്പുവരുത്തുന്നൊരു ലൈറ്റിംഗ് പൊസിഷനാണ് ഇതിനുള്ളത്. സ്പീഡോമീറ്ററും മറ്റും ഡിജിറ്റൽ മീറ്ററൊന്നുമല്ല, അനലോഗ് മീറ്റർ തന്നെയാണുള്ളത്. കാഴ്ചയിൽ വളരെ ഭംഗി തോന്നിക്കുന്നൊരു മീറ്റർ തന്നെയാണിത്. മുൻപിലും പിന്നിലും ടി വി എസിൻ്റെ തന്നെ ടയറുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 2024 ജൂൺ മാസമാണ് ഞാൻ ഈ വണ്ടി എടുക്കുന്നത്. അന്ന് ഓൺ റോഡ് പ്രൈസ് എനിക്കായത് ഏകദേശം 82,000 രൂപയോളമാണ്. എനിക്ക് ഈ ബൈക്കിൻ്റെ സൈലൻസർ പൈപ്പും ബാക്കിലെ ഗ്യാപ്പ് റെയിലും ഒക്കെ വളരെ ഭംഗിയുള്ളതായിട്ട് തോന്നി. മാത്രമല്ല സീറ്റിങ്ങും വളരെ കുഷനിങ്ങുള്ള സീറ്റിങ്ങാണ്. പിന്നെ ഞാനിപ്പോൾ അഡീഷണലായിട്ട് കുറച്ച് സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ വണ്ടി സെൽഫ് സ്റ്റാർട്ടിലും കിക്ക് സ്റ്റാർട്ടിലും വണ്ടി ലഭ്യമാണ്. ഡിസ്ക് ബ്രേക്കോ മറ്റു സംവിധാനങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെയും ഇതിൻ്റെ ബ്രേക്കിംഗ് വളരെ കാര്യക്ഷമമാണ്. നമ്മളൊരു 50-60 കിലോമീറ്ററിലൊക്കെ പോയാൽ നമുക്ക് വണ്ടി ചവിട്ടിയാൽ പിടിച്ചെടുത്ത് തന്നെ വണ്ടി നിൽക്കുന്നുണ്ട്. ഈ ബൈക്കിൻ്റെ എൻജിൻ വളരെ സ്മൂത്താണ്. ഞാൻ ഏകദേശം ഒരു 50-60 കിലോമീറ്ററാണ് എനിക്ക് വണ്ടിയുടെ എൻജിൻ വളരെ സ്മൂത്തായിട്ട് തോന്നിയിട്ടുള്ളത്. ഈ ബൈക്കിന് കമ്പനി കൊടുത്തിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ടൊരു സുരക്ഷാ സംവിധാനം എന്ന് പറയുന്നത് വണ്ടി സൈഡ് സ്റ്റാൻഡിലിരിക്കുമ്പോൾ വണ്ടി ഒരിക്കലും സ്റ്റാർട്ടാവില്ല. നമ്മൾ സെൽഫ് അടിക്കാൻ നോക്കിയാലും വണ്ടി സ്റ്റാർട്ടാവില്ല. പിന്നെ സൈഡ് സ്റ്റാൻഡ് തട്ടിയാൽ മാത്രമേ വണ്ടി സ്റ്റാർട്ടാവുകയുള്ളൂ. അതിൻ്റെ ഒരു വാർണിംഗ് സിഗ്നലും നമ്മളിവിടെ സ്പീഡോമീറ്ററിൻ്റെ അവിടെ കാണിക്കുന്നുണ്ട്. ഇത് വളരെ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. വണ്ടിയുടെ ഏറ്റവും വലിയൊരു ഡ്രോബാക്കായിട്ട് എനിക്ക് തോന്നിയത് നമ്മളൊന്ന് കൈ കുറച്ചാൽ തന്നെ പെട്ടെന്ന് തന്നെ ഗിയർ ടോണിങ് ആവശ്യമായിട്ട് വരുന്നു എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഈ വണ്ടി വാങ്ങിയിട്ട് ഇപ്പോൾ ഒരു 3 തവണ വണ്ടി കമ്പനിയിൽ തന്നെ എൻ്റെ പീരിയോഡിക്കൽ സർവീസ് നടത്തിയായിരുന്നു. സർവീസിൽ എനിക്ക് വലിയ തൃപ്തിയൊന്നുമില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന കംപ്ലയിൻസൊന്നും ആദ്യത്തെ തവണയൊന്നും പരിഹരിച്ച് തന്നില്ല. പിന്നീട് ഞാൻ രണ്ടാമത് പരാതിപ്പെട്ട ശേഷമാണ് അവരത് റെഡിയാക്കി തരാൻ തയ്യാറായത്. എനിക്ക് ആദ്യം വന്ന കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ഹൈ ബീം വീടില്ലായിരുന്നു, അതൊരു കംപ്ലയിൻ്റ് ആയിരുന്നു. പിന്നെ എൻജിൻ വാർണിംഗ് സ്വിച്ച് ഇങ്ങനെ കത്തിക്കിടക്കായിരുന്നു. ഇതായിരുന്നു ഇതിന് ആദ്യമായിട്ട് വന്ന ഒരു കംപ്ലയിൻറ്റ്. അത് പിന്നീട് അവർ പരിഹരിച്ച് തന്നിട്ടു. ഞാൻ നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് 97 മോഡലൊരു ഹീറോ ഹോണ്ടയുടെ ബൈക്കാണ് ഉപയോഗിച്ചിരുന്നത്. അത് ഇടയ്ക്ക് നമ്മൾ ഡ്യൂട്ടിക്ക് പോകുന്ന പുറത്തെവിടെയെങ്കിലും പോകാനൊക്കെ എടുക്കുന്ന വണ്ടി സ്റ്റാർട്ടാവില്ല. പിന്നെ ഇടയ്ക്ക് വഴി വെച്ച് നിന്ന് പോകും. ഇങ്ങനെ ചില കംപ്ലയിൻ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ ടി വി എസിൻ്റെ സ്പോട്ട് തന്നെ എടുക്കുന്നത് വെച്ചാൽ മൈലേജ് ഫിഗറും എൻ്റെ വണ്ടിയുടെ വിലക്കുറവും മാത്രം കണ്ടുകൊണ്ടാണ്. ഇത് മാത്രമല്ല, ഇപ്പോൾ ടി വി എസിൻ്റെ ബൈക്കുകളുടെ നിർമ്മാണ നിലവാരം വളരെയധികം ഉയർന്നിട്ടുണ്ട്. ലോകത്തിലെ 60 രാജ്യങ്ങളിലേക്ക് ഇപ്പോൾ ടി വി എസ് ബൈക്കുകൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ വിദേശത്തേക്ക് ഇരുചക്ര വാഹനങ്ങൾ കയറ്റുമതി ചെയ്ത് ടി വി എസിന് 2ാം സ്ഥാനമാണ് ഉള്ളത്.
ഈ ബൈക്കിന് ഡിസ്ക് ബ്രേക്കോ ABS അങ്ങനെ സുരക്ഷാ സംവിധാനങ്ങളൊന്നുമില്ല. ഒട്ടേറെ കുറവുകൾ ഈ വണ്ടിക്കുണ്ട്. തന്നെയും നമുക്ക് ചെറിയ വിലയിൽ കിട്ടുന്നൊരു നല്ല ബൈക്ക് എന്ന് നമുക്ക് വിശ്വസിച്ച് വാങ്ങാവുന്നൊരു ബൈക്കാണ് TVSൻ്റെ സ്പോട്ട്. ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു വീഡിയോ കണ്ടതിൽ ഒരു 1,50,000 കിലോമീറ്റർ കഴിഞ്ഞാൽ 2007 മുതൽ TVSൻ്റെ സ്പോട്ട് പഴയൊരു മോഡൽ ബൈക്ക് ഒരു കുഴപ്പമില്ല, ഇപ്പോഴും സുഖമായിട്ട് ഓടുന്നു എന്നൊരു വീഡിയോ ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ കണ്ടിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് കൊണ്ടിയെടുക്കാൻ ഒരു പ്രചോദനമായി എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ മറ്റൊരു പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ബൈക്കുകളുടെ റിവ്യൂ ചെയ്യുന്നവരുടെ വീഡിയോ ആയിട്ട് ഇതിൻ്റെ താരതമ്യം ചെയ്യുന്നത്. ഞാൻ സാധാരണക്കാരൻ, അപ്പോൾ എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ ഞാൻ ഇതിലൂടെ പറഞ്ഞു എന്ന് മാത്രം. ഈ ബൈക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു ഉപകാരപ്രദമാകട്ടെ എന്ന് കരുതിയിട്ട് മാത്രം ഞാൻ വീഡിയോ ചെയ്യുന്നതാണ്. ഞാൻ ഈ പറയുന്നത് പല കമൻറ്റുകളും വന്നേക്കാം, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു കാര്യം പറയുന്നത്. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്നൊരു ബൈക്കാണ് ഇപ്പോൾ TVSൻ്റെ സ്പോട്ട് എന്നുള്ള ബൈക്ക്. ചെറിയ വിലയിൽ മൈലേജുള്ളൊരു നല്ല ബൈക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ബൈക്ക് പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടമായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.